സത്യവിശ്വാസികളായ ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. തങ്ങളുടെ വീടുകളിലേക്ക്, കുടുംബത്തിലേക്ക് ഒരു വലിയ, ഏറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു വലിയ അതിഥി വരുന്നുണ്ട് എന്നതിനേക്കാളേറെ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ വിശുദ്ധമായ റമദാൻ മാസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമ്മുടെ വാതിൽ പടിക്കൽ എത്തിയിട്ടുണ്ട് ഈ വിശുദ്ധമായ മാസം. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച ശഅബാൻ മാസം 29 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ ആരംഭിക്കുന്നതുമായി നമ്മളെ പഠിപ്പിച്ചത് ശഅബാൻ 29 മാസപ്പിറവി ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അന്ന് മാസപ്പിറവി ഉണ്ടായാൽ ആ ദിവസത്തോടുകൂടി ശഅബാൻ അവസാനിച്ച് പിറ്റത്തെ ദിവസം റമദാൻ 1 ആവണം. ഇനി മാസപ്പിറവി കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം ശഅബാൻ 30 നിങ്ങൾ നിശ്ചയിക്കണം. അതിന്റെ തൊട്ടടുത്ത ദിവസം റമദാൻ 1 നിങ്ങൾ പരിഗണിക്കണം. ആ നിലക്കാകുമ്പോ ഞായറാഴ്ച വൈകുന്നേരം മാസപ്പിറവി നോക്കണം. കണ്ടാൽ തിങ്കളാഴ്ച റമദാൻ 1. മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച ശഅബാൻ 30 തീർച്ചപ്പെടുത്തി തൊട്ടടുത്ത ദിവസമായ ചൊവ്വാഴ്ച നമ്മൾ റമദാൻ 1 ആരംഭിക്കും. റമദാൻ മാസമാണോ അല്ലയോ എന്ന് സംശയമുള്ള ദിവസത്തിൽ ഒരു കാരണവശാലും നോമ്പ് നോൽക്കരുത്. അത് പ്രവാചകൻ വിരോധിച്ചതാണ്. ഹറാം എന്ന ആ പദവിയിലേക്കാണ് ആ നോമ്പ് വന്നെത്തുക. എന്ന് പറഞ്ഞാൽ 30 29 ഞാൻ എന്തായാലും നോൽക്കാണ് എന്ന് പറഞ്ഞ് നോൽക്കുന്ന ചില ആളുകളെ കാണാം. ആ നോമ്പ് നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ റമദാൻ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ മാസമാവാനുള്ള കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇന്ന് ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനതയായി ജീവിക്കാനുള്ള കാരണം, ഉത്കൃഷ്ട ജനത എന്ന് പറഞ്ഞാൽ ഭൗതികമായ അളവുകോലിന്റെ അടിസ്ഥാനത്തിലല്ല, അതവന്റെ ആത്മീയമായ അളവുകോലാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അവന്റെ ഒരു സൃഷ്ടിയെയും ഞാൻ ആരാധിക്കുകയില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സംഗതി. ആ ഉത്കൃഷ്ടമായ ചിന്താരീതിയും ആ ഉത്കൃഷ്ടമായ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നവരെ നമ്മൾ ഈ ലോകത്തിലെ ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമ്മൾ തലകുനിക്കുകയില്ല. ഒരു സൃഷ്ടിയോടും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നമ്മുടെ തേട്ടങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അതൊക്കെ പ്രപഞ്ച സൃഷ്ടാവിനോട് മാത്രം. അഥവാ ഈ ലോകത്തിലെ ഏറ്റവും ഔന്നിത്യമുള്ള ജനത, ആ ഔന്നിത്യമുള്ള ജനതയായി ജീവിക്കാൻ നമുക്ക് കാരണമായത് എലിയെയും പശുവിനെയും പാമ്പിനെയും മനുഷ്യനെയും കല്ലുകളെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അവർക്കിടയിലാണ് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പ്രഖ്യാപിച്ച് അത് പ്രകാരം ജീവിക്കുന്ന, ചെളിയിലും കുഴിയിലും വേണ്ടാത്തരങ്ങളിലും മാലിന്യങ്ങളും ഒന്ന് ചെന്ന് വീഴാതെ ശ്രേഷ്ഠമായ ജീവിത രീതി അവലംബിക്കാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കിയത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ വചനങ്ങളാണ്, ആ ഖുർആനിന്റെ ആശയങ്ങളാണ്, ആ ഖുർആൻ നൽകുന്ന പ്രകാശമാണ്. ആ ഖുർആനിന്റെ പ്രകാശം എനിക്കും നിങ്ങൾക്കും കിട്ടാൻ, ഈ ലോകത്തിന് കിട്ടാൻ, ആ ഖുർആൻ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ മാസത്തെ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അത് ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നന്മകൾക്കും കാരണമായ ആ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസം എന്നുള്ള നിലക്കാണ് 12 മാസങ്ങളിൽ റമദാൻ ശ്രേഷ്ഠമായത്. അല്ലേ? അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിന്റെ 57-58 വചനങ്ങൾ യാ അയ്യുഹന്നാസ്
ഖദ് ജാഅകും മൗഇളത്തും മിർ റബ്ബിക്കും യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്, മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശങ്ങൾ. ജീവിക്കുവാൻ ഉപദേശം ആവശ്യമുള്ളവരാ നമ്മളൊക്കെ. ഏത് കാര്യത്തിനും നമ്മൾ ഉപദേശങ്ങൾ തേടാറുണ്ട്. എന്നാൽ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഉപദേശം, ആ ഉപദേശത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? അത് തെറ്റുപറ്റാത്ത ഉപദേശമാണ്. നമ്മൾ ചില ആളുകളിൽ നിന്ന് ചില ഉപദേശങ്ങൾ വാങ്ങാറുണ്ട്. ഞാൻ ഏത് ഡോക്ടറെ പോയാൽ കാണാം, എന്ന ഡോക്ടറെ കണ്ടുപിടിക്കും. ആ ഉപദേശം സ്വീകരിച്ച് നമ്മൾ ആ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടറുടെ പക്കൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട രൂപത്തിലുള്ള പരിചരണം കിട്ടാതെ വരുമ്പോ നമ്മൾക്ക് ആ ഉപദേശം തന്ന ആളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ പോയത്, എന്നിട്ടോ പയറെന്താ പറയാനോ, ഞാൻ അങ്ങനെ വിചാരിച്ചിനെ, എന്താ കാട്ടുക. അതായത് നമ്മുടെ ഉപദേശങ്ങൾ എത്ര മേലേന്ന് കിട്ടിയാലും അത് തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരിക്കലും തെറ്റാത്ത, ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ ഒരിക്കലും നഷ്ടം വരാത്ത ആ ഉപദേശങ്ങളാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അത് ജാഅകും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. ഒരിക്കലും തെറ്റാത്ത, നമ്മളെ പൂർണ്ണമായി അറിയുന്ന, മനസ്സിലാക്കുന്ന ആ റബ്ബിൽ നിന്നുള്ള ഉപദേശങ്ങൾ നമുക്ക് വന്നു കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ സംഗതികൾക്കുമുള്ള ഷിഫ, ശമനം, വേണ്ടാത്ത ചിന്തകൾ, തോന്നലുകൾ, വ്യതിയാനങ്ങൾ, ഭയപ്പാടുകൾ, നിരാശകൾ, അങ്ങനെ എന്തൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതിൽ നിന്നൊക്കെയുള്ള ഷിഫ, മോചനമാണ് ഈ വിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്ത് ചിന്തകൾ നിങ്ങൾക്കുണ്ടോ ആ ചിന്തകളുമായി നിങ്ങൾ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കുക. ആ ഖുർആൻ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥമാക്കും, സമാധാനമാക്കും. വഹുദൻ, മാർഗദർശനമാണത്. ഈ കാടുപിടിച്ച, തിന്മകൾ കാടുപിടിച്ച ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ, തെറ്റാത്ത വഴി കാണിച്ചു കൊടുക്കുന്ന കൃത്യമായ മാർഗദർശനമാണത്. കാരുണ്യമാണത്. ഈ വല്ലാത്ത ലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന വല്ലാത്ത കാരുണ്യമാണത്. എന്തൊക്കെയാണ് ഖുർആൻ? നമ്മളെന്താ വിചാരിച്ചറിയാം, അത് ഓതാണ്ടൊരു പുസ്തകല്ലേ, ഓതാണ്ടൊരു പുസ്തകല്ലേ. എന്തൊക്കെയാ ഖുർആൻ നിറങ്ങള്? ഒന്ന്, നമ്മുടെ സൃഷ്ടാവിൽ നിന്നുള്ള മൗഇളത്താണത്. എന്താ മൗഇളത്ത് പറഞ്ഞാല്? എന്താ മൗഇളത്ത്? ഉപദേശം. നിങ്ങൾ എന്നോട് ഒരു ഉപദേശം ചോദിച്ചു, അല്ല ഞാൻ ഇങ്ങനെ ഇന്നൊരു കാര്യത്തിന് പോവുകയാണ്, നിങ്ങളൊരു ഉപദേശം തരി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൊറിയൻ ഭാഷയിൽ ഒരു ഉപദേശം തന്നു. നിങ്ങളിങ്ങനെ അന്തപ്പെടും. അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിച്ചു, മൗലവി അപ്പൊ ഞാൻ ജപ്പാനീസ് ഭാഷയിൽ തന്നു. അപ്പൊ നിങ്ങൾ പറയും, എന്ത് ഇരിയുടെ ഭാഷയിൽ പറഞ്ഞൊരു മൗലവി, ഒരു ഉപദേശമാവണമെങ്കിലേ അത് തിരിയണം. ഉപദേശമാവണമെങ്കിലേ എന്താണ് പറഞ്ഞത് തിരിയണല്ലേ? കണ്ണുക്ക് നോക്കി ഇങ്ങനെ നിൽക്കും. ഖുർആൻ അള്ളാഹു നമ്മളെ ഉപദേശിക്കാണ്. ആ ഉപദേശം തിരിയണമെങ്കിലേ അത് നമ്മൾ പഠിക്കണം. ലോകത്തിലെ ആളുകൾക്ക് കോടിക്കണക്കിന് ഭാഷയാണ്. ആ കോടിക്കണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് അറബി ഭാഷയിൽ അല്ലാഹു തആല ഉപദേശം കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ലോകത്തിലെ ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ലളിതമായതും മാറ്റമില്ലാത്ത ഭാഷയുമാണ് അറബി. 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പത്തെ മലയാളങ്ങൾ ഇപ്പൊ വായിച്ചു നോക്കണ്ടി മനസ്സിലാവുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടൊക്കെ ഇപ്പൊ പാടി നോക്കണ്ടി. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് പാടിയിട്ട് ഒരു വലിയ അർത്ഥം പറയാൻ ധൈര്യം എത്ര മലയാളികളുണ്ട്? എല്ലാം കിട്ടാൻ ഇംഗ്ലീഷ്, ഷേക്സ്പിയറുടെ ഇംഗ്ലീഷ് ഇപ്പൊ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഡിക്ഷണറി കൊണ്ടിരിക്കണം. എന്നാല് 15 നൂറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ വചനത്തിന്റെ അർത്ഥം ഇപ്പൊ അറബി പഠിക്കുന്ന ഒരാൾക്ക് വ്യാഖ്യാനം ഇല്ലാതെ മനസ്സിലാവും. എന്താണ് ഖുൽ എന്ന് പറഞ്ഞാല്? ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 1500 കൊല്ലത്തെ പഴക്കണ്ട വാക്കിന്. പക്ഷെ ഇന്നും ആ വാക്ക് അത്രയും കൃത്യമാണ്, അല്ലെ? അതുകൊണ്ടാണ് അറബി ഭാഷയിൽ അള്ളാഹു ഖുർആൻ ഇറക്കിയത്. എല്ലാവർക്കും മനസ്സിലാവാൻ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? പെട്ടെന്ന് മനസ്സിലാകുക സാധനം
അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. പഠിക്കുന്ന ആൾക്കാർക്ക്, ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഖുർആനിനെ ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പഠിക്കാൻ തയ്യാറുണ്ടോ? റെഡിയാണ് ഖുർആൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ഖുർആൻ ഉപദേശമാണ്. രണ്ടാമത്തേത് ആ ഖുർആൻ എന്ന് പറയുന്നത് ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സിന്റെ, ഇന്നൊക്കെ നമ്മൾ ഏറ്റവും ഏറെ അനുഭവിക്കുന്നത് ശാരീരിക സാമ്പത്തിക വിഷമങ്ങളെക്കാളേറെ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന മാനസിക അസ്വസ്ഥതകളാണ്. ആ മാനസിക അസ്വസ്ഥതകൾക്ക് ഏറ്റവും നല്ല ശിഫയാണ് ഖുർആൻ. വഹുദൻ, ഏത് വഴിക്കാൻ നടക്കണ്ടേ അത് കാണിച്ചു തരുന്നതാ ഹുദൻ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഒരു കാരുണ്യാണ്. ഇതൊക്കെ പാടെയാണ്, ഇത് വേറെ എവിടുന്ന് കിട്ടൂല. ഇതൊക്കെ പാടെയാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ കാരുണ്യം, അതൊക്കെ പാടെ കിട്ടിയേക്കുക. അതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, അവർ സന്തോഷിക്കട്ടെ. വിശുദ്ധ റമദാന് ഇടങ്ങേറുന്ന മാസമല്ല. വിശുദ്ധ ഖുർആൻ റമദാന് ശാപത്തിന്റെ മാസമല്ല. ഇനി റമദാൻ മാസമാണ്, ഒരു വസ്തു നടക്കൂല. ദേശത്തിന്റെ കോപത്തിന്റെ വെറുപ്പിന്റെ മാസമല്ല, അത് സന്തോഷത്തിന്റെ മാസമാവണം. എന്തിന്റെ സന്തോഷം അറിയോ? ലോകത്തിലെ നമ്മളെക്കാട്ടിലും വിവരവും നമ്മളെക്കാട്ടിലും കഴിവൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും അവർക്കൊന്നും കിട്ടാതെ ഈ ഖുർആൻ അല്ലാഹു നമുക്ക് തന്നില്ലേ, അതിന്റെ സന്തോഷം. അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. റമദാൻ മാസം ഇടങ്ങേറുന്ന മാസമാവരുത്. റമദാൻ മാസം ബുദ്ധിമുട്ട് പറയുന്ന മാസമാവരുത്. റമദാൻ മാസം മഹാക്ഷീണത്തിന്റെയും മഹാകഷ്ടകാലത്തിന്റെയും വല്ലാത്തൊരു കാലാവ്. കാണുന്നോടൊക്കെ എന്താ ചൂട്, എന്തൊരു ദാഹം, ആകെ കൊഴിഞ്ഞു പോവുകയാണ്, വൈകുന്നേരം ആകുമോ എന്നൊക്കെ പരാധീനത പറയുന്ന മാസം ആവരുത്. ജീവിതത്തിലെ വലിയ നേട്ടത്തിന് കാരണമായ ആ വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ച മാസമായത് കൊണ്ട് തന്നെ റമദാൻ മാസം എന്നത് നമ്മുടെ മനസ്സിന്റെ വസന്തമാണ്. അങ്ങനെ ആവണം. നമ്മുടെ മുൻഗാമികളൊക്കെ മാസങ്ങളോളം അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചോനെ റമദാൻ മാസത്തിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം കേട്ടോ. റമദാനിന്റെ ചന്ദ്രക്കല ചക്രവാളത്തിൽ തെളിയുമ്പോ ആ റമദാനിനെ സ്വീകരിക്കാൻ ആയുസോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ഈമാനോട് കൂടി ഞങ്ങൾ ഭൂമിയിൽ ഉണ്ടാവണം കേട്ടോ. ആ റമദാനിനെ രണ്ട് കൈയും നീട്ടി വാങ്ങാൻ ഞങ്ങൾക്ക് പറ്റണം കേട്ടോ എന്നവര് മാസങ്ങളോളം പ്രാർത്ഥിച്ചു. റമദാൻ മാസം വരുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ടേ സഹാബത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. പ്രവാചകൻ തന്റെ സഹാബത്തിനെ സന്തോഷ വാർത്ത, എങ്ങനെ ഇടങ്ങേറല്ല. നമുക്ക് റമദാൻ വരുമ്പോതിന് പിരിവ്, അതിനപ്പുറത്ത് വേറെ, പിന്നപ്പുറത്ത് വേറെ, ഇടങ്ങേറാണ്. റമദാൻ മാസം ആലോചിക്കണതന്നെ ഇടങ്ങേറാണ് പല ആൾക്കാർക്ക്. പക്ഷെ റസൂലുള്ളാഹി റമദാൻ മാസം വരുമ്പോ സഹാബത്തിനെ പട്ടിണിയുടെ കാല, ഓമ്പ് മുറിക്കാൻ കാനക്ക പോലും ഇല്ലാത്ത കാല, പള്ളികളില്ല, AC ഇല്ല, ഈത്തപ്പന മരത്തിന്റെ തടികൾക്ക് മേലെ ഈത്തപ്പന ഓലകൾ വലിച്ചിട്ട് വെറും വെയിലത്ത നിസ്കാരമൊക്കെ. സുജൂദ് ചെയ്തപ്പോഴേ മണലില് നെറ്റി വെക്കാൻ കഴിയാതെ വന്നപ്പോ തോടിലെ മുണ്ടിന്റെ തല നെറ്റിയുടെ സ്ഥാനത്ത് വെച്ച അവര് സുജൂദ് ചെയ്തത്. പക്ഷേ അവർക്ക് സന്തോഷം. പ്രവാചകൻ അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, സന്തോഷ വാർത്ത അറിയിച്ചിട്ട് പറഞ്ഞു, ഖദ് ജാഅകും ശഹ്റു റമദാൻ, ഖദ് ജാഅകും ശഹ്റു റമദാൻ, നിങ്ങൾക്ക് റമദാൻ മാസം വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ശഹ്റുൻ മുബാറകുൻ, ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസാട്ടോ. സാധാരണ മാസമല്ലോ, അനുഗ്രഹീതമായ മാസാട്ടോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വേണ്ടത് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ മാസാട്ടോ. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ മാസത്തിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മുടെ പള്ളികളൊക്കെ ആരാധനകൾക്ക് വേണ്ടി സൗകര്യങ്ങളോടെ ഒരുപാട് നല്ല രൂപത്തിൽ നമ്മളൊക്കെ പുതുക്കിപ്പണിത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സഹായിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? തൊട്ടടുത്ത നമ്മുടെ ഒരു ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം, അസ്ഥി വിഭാഗം ഡോക്ടർ പറഞ്ഞത്,
എന്തോ ഒരു വലിയ മാറ്റമൊക്കെ നടക്കുന്നുണ്ടല്ലോ മുസ്ലിങ്ങളെ കൂട്ടത്തില്. എന്തേ 2 ആഴ്ചന്റെ ഇടക്ക് 10-15 ആൾക്കാരെ കൊടുക്കുന്ന കൈ പൊട്ടിയതും കാല് പൊട്ടിയതും ഒക്കെ ആയിട്ട്. എന്താ സംഭവം എന്നറിയോ? വീട്ടില് തിരക്ക് പിടിച്ച പണിയാണ്. അതിലിങ്ങനെ സോപ്പ് വെള്ളത്തിലൊക്കെ വീണിട്ടും വീഴാതെയും കൈ കുത്തിയിട്ടും വീഴാൻ പോയിട്ടും തല കുത്തിയിട്ടൊക്കെ ഭയങ്കര പരിക്ക്. അപ്പൊ അയാൾക്ക് സംശയം എന്തോ വലിയ സംഭവം നടക്കാൻ പോകണ്ടല്ലോ ഈ സമൂഹത്തില്, അല്ലെ? റമദാനിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണ്ടേ? നമ്മുടെ ജനലിന്റെ കർച്ചനിൽ പൊടിയുണ്ടെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിലെ ആൾക്കാരെ നോമ്പ് സ്വീകരിക്കൂലെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഉണ്ടോ? നിങ്ങളെ തട്ടുപുറത്ത് എലിയുണ്ടെങ്കിൽ നിങ്ങളെ നോമ്പ് സ്വീകരിക്കൂലെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പാറ്റാക്കൂറൊക്കെ വീടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ നോമ്പ് സ്വീകരിക്കൂലെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പടച്ചോൻ പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിന്റെ ഉള്ളില് കറയുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് വിദ്വേഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ പറയട്ടോ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇത്നൈൻ വ യൗമൽ ഖമീസ്. ഈ സ്വർഗ്ഗത്തിന്റെ വാതിലുകളെ തുറന്നു വെക്കുന്നത് ഒന്ന് എല്ലാ തിങ്കളാഴ്ചയും, ഒന്ന് എല്ലാ വ്യാഴാഴ്ചയും. അന്നാണ് ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുക. പിന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെക്കുന്നത് റമദാൻ മാസം മുഴുവനുമാണ്. നമ്മൾ റമദാൻ മാസത്തിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണം അതാ. അന്ന് സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുക്ക തുറന്നു. ആ സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ കാലമായിട്ട് ആ വാതിലുകൾ തുറന്നുക. ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടുന്ന ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായോ? അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ലാത്ത അഥവാ ശിർക്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് റമദാൻ മാസത്തിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കല. നിങ്ങൾ നന്നായി സൽക്കർമ്മം ചെയ്യുക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്. സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന. അപ്പോൾ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാരണത്താൽ ആ ദിവസങ്ങളിൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. ആ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചിട്ട് ഇനി ആർക്ക് 2 വിഭാഗം ആൾക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. എന്ത് ചെയ്താലും പുറത്തു കൊടുക്കൂല. ഒന്നാരാ? നിങ്ങള് ശിർക്ക് ചെയ്തവൻ. ശിർക്ക് ചെയ്തവൻ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. എന്ത് ചെയ്താലും പുറത്തു കൊടുക്കൂല. രണ്ടാമത് പുറത്തു കൊടുക്കാത്ത നമ്മളൊക്കെ പറയാം, അത് നമ്മൾ കഴിച്ചിലായി, നമ്മൾ നേരെ ശിർക്ക് ചെയ്യണ്ടല്ലോ, നമ്മൾ അള്ളാഹനല്ലാത്തവരെ വിളിക്കണ്ടല്ലോ, നമ്മൾ മരിച്ചുപോയ ആൾക്കാരോട് സഹായം തേടാറില്ലല്ലോ, നമ്മൾ ജിന്നുകളെ മലക്കളെ വിളിച്ചിട്ട് സഹായം തേടാറില്ലല്ലോ, നമ്മൾ അള്ളാഹനോടല്ലേ സഹായം തേടാറുള്ളൂ. അതെന്തായാലും നമ്മൾ കഴിച്ചിലായി. ഈ രണ്ടാമത് പറയുന്നത് നോക്കി കഴിച്ചിലാവുന്നു. രണ്ടാമത് അള്ളാഹു പുറത്തു കൊടുക്കാത്ത ആൾക്കാരാണ് നിങ്ങള്. ഇല്ല റജുലൻ, വേറെ ഒരാൾക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല. അതാരാ? കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാ. ഷഹ്നാ കേൾക്കാൻ നല്ല ചുരുക്കുള്ള പദല്ലേ ഷഹ്നാ. പക്ഷെ അതിന്റെ അർത്ഥം നല്ലതല്ല. ഷഹ്നാ എന്ന് പറഞ്ഞാൽ പിണക്കം നടത്തും. പിണക്കം, വിദ്വേഷം. സാധാ മലയാളത്തിലെ തെറ്റൽ എന്ന് പറയും. തെറ്ററി നമ്മൾ ഞാനും അയാളും തെറ്റിലാണ്, ഓനും തെറ്റിലാണ്. അതിനാണ് ഷഹ്ന എന്ന പദം പ്രയോഗിക്കുക. എന്താ പറഞ്ഞാലോ? ഇല്ല റജുൽ കാനത് ബൈനഹു വബൈന അഖീഹി ഷഹ്ന. അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ ഒരു പിണക്കമുണ്ട്. അവർ മിണ്ടാറില്ല, അവർ മുഖത്തേക്ക് നോക്കാറില്ല, അവർ സംസാരിക്കാറില്ല, സലാം പറയാറില്ല, പറഞ്ഞാൽ മടക്കാറില്ല. ഈ പള്ളിക്ക് കയറുമ്പോ പോലെ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് മുഖം നോക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. സെഫിൽ നിൽക്കുമ്പോ ഓമ്പടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത് നിൽക്കാത്തവരുണ്ട്. അവിടെ നിങ്ങൾ നോക്കും, അവിടെ നിൽക്കണേ, ഓമ്പടെയാണെങ്കിൽ ഇവിടെ നിൽക്കുക. ഓന്റെ എത്ര സെഫിലും ആളുകൾ ഒഴിവുണ്ടെങ്കിൽ അവിടെ ഒരാൾ നിൽക്കും, അവിടെ കാത്തുക്കും. എന്താ സ്നേഹല്ലേ? എന്നിട്ട് നമ്മള് സ്വർഗം കിട്ടാൻ വേണ്ടി പണിയെടുക്കുക അല്ലേ? വിശുദ്ധ റമദാൻ മാസം വരുമ്പോഴേ പൊടി തട്ടി, എലിനാട്ടി, അല്ലെങ്കിൽ പല്ലിനാട്ടി, കൂറനാട്ടി, തറയൊക്കെ തോത്തി തുടച്ചതുകൊണ്ട് നമ്മുടെ അമല് സ്വീകരിക്കുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. ബന്ധങ്ങൾ മുറിച്ചവർ, പിണക്കങ്ങൾ കൊണ്ടു നടക്കുന്നവർ, അവനവന്റെ സഹോദരനുമായി പിണങ്ങിന. ഈ പിണക്കെന്ന് പറഞ്ഞത് അയലോക്കക്കാരോട് ചോദിക്കൊണ്ട് നമ്മളെ പറ്റി ഔ ദൂരെ നല്ല മനുഷ്യനാണ്, നാട്ടുകാരോട് ചോദിച്ചു നോക്കേണ്ടി ഔ ഭയങ്കരാണ്. പക്ഷേ
ഉണ്ടൂല, എസ്റ്റന്റന്മാരും ഉണ്ടൂല, പാപ്പിയമ്മി തെറ്റിയേക്കുക, മക്കളോട് തെറ്റിയേക്കുക, അങ്ങനെ എളാത്ത മൂത്താപ്പ അമ്മോനമ്മായി അങ്ങനെ തെറ്റിക്കിടക്കുക. റസൂൽ പറയണേ, ആ മനുഷ്യന്മാരുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അവരുടെ അമലുകളുമായി വരുമ്പോ അല്ലാഹു തആല മലക്കോട് പറയും, അൻദിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. വെയിറ്റ്, ഓല കാര്യം അവിടെ കിടക്കട്ടെ, ഓല കാര്യം അവിടെ വെക്കട്ടെ. ഹത്താ യസ്തലിഹാ, അവർക്കിടയിൽ ഒരു സുൽഹ് ഉണ്ടാകുന്നത് വരെ, ഒരു പറഞ്ഞ് അവർക്കിടയിലുള്ള ആ ഷഹ്നാറുണ്ടല്ലോ, ആ പിണക്കുണ്ടല്ലോ, അത് തീർക്കുന്നത് വരെ അതവിടെ വെക്കുന്നു, അവിടെ വെച്ചോളുന്നുണ്ടല്ല. നമ്മുടെ വീട്ടിൽ ഒരാൾ കാണാൻ വരുമ്പം പറ്റാത്ത ആളാണെങ്കിൽ അവിടെ കാത്തിക്കാൻ പറയാറില്ല, ഓൽതട കാത്തക്ക് ഇടകൊണ്ടല്ല അടക്കി ഒരു വട്ടല്ല. മൂന്ന് വട്ടം ആവർത്തിക്കാൻ പറഞ്ഞു. അവിടെ റമദാൻ മാസം വരുന്നത്, പാപങ്ങളൊക്കെ പൊറുക്കണം, സ്വർഗത്ത് പോകണം, അമലുകളൊക്കെ സ്വീകരിക്കണം, സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടം എന്റെ മുമ്പിൽ തുറക്കണം എന്നൊക്കെ കൊതിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നനച്ചുളി നടത്തേണ്ടത് വീടിന്റെ അയലോകത്തല്ല, നനച്ചുളി നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. വൃത്തിയാക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ തീർക്കി, കൊടുക്കാനൊക്കെ ഉണ്ടോ പറഞ്ഞ് തീർക്കി. 12 മാസമായി പള്ളിന്റെ പരസ്യം കൊടുക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഈ പള്ളിക്ക് ഇരിക്കുന്നുണ്ടെന്ന് ഇന്ന് രാവിലെ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇടങ്ങേറ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ലെങ്കിൽ പറയണം, കഴിയില്ല. ഇടപാടാണത്, ഹക്കിടപാടാണത്, പടച്ചോനോടുള്ള ഇടപാടാ. പടച്ചോന്റെ ഇടപാട് വീട്ടാത്തോലെ പിന്നെ എങ്ങനെ പടപ്പോടെ ഇടപാട് വീട്ടുക? അല്ലേ? ഒക്കെ വീട്ടി കൃത്യാക്കി ക്ലിയർ ആക്കി, എന്നിട്ട് പടച്ചോന്റെ മുമ്പിൽ നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് നിൽക്കണം, പൂർണ്ണ മനുഷ്യനായി നിൽക്കണം. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഈ വലിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അനുയായിയായി ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് തന്ന ഈ ഒരു വല്ലാത്ത സൗഭാഗ്യമുണ്ടല്ലോ, അതിന് സന്തോഷം കൊണ്ട് ഈ റമദാനിനെ നമ്മൾ വസന്തമാക്കി തീർക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ റമദാൻ മാസവും ആ റമദാൻ മാസത്തിലെ ഏറ്റവും ധന്യമായ നോമ്പും റമദാനിലെ ലൈലത്തുൽ ഖദർ അടക്കമുള്ള അനുഗ്രഹീതമായ രാത്രികളും പകലുകളും ഒക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് വല്ലാത്ത അനുഭൂതിയുടെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റമദാനിലേക്ക് പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾക്ക് മനസ്സ് നിറയെ സന്തോഷിക്കാനുള്ള വക നൽകുന്നുണ്ട്. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله عز وجل. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, നബി പറഞ്ഞു എന്നല്ല പറഞ്ഞേ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞേ? അല്ലാഹു തആല ചില കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞതായിട്ട് തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകനോട് കൽപ്പിക്കാറുണ്ട്. അത്തരം ഹദീസുകളെ നമ്മൾ ഖുദ്സിയായ ഹദീസ് എന്ന് വിളിക്കാറ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ സംഗതി ഖുദ്സിയായ ഹദീസുകളാണ്. ആ ഹദീസുകളിൽ ഒരു ഹദീസാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, കുല്ലു അമലി ഇബ്നി ആദം ലഹു. ആദമിന്റെ മക്കൾ ചെയ്യുന്ന അഥവാ മനുഷ്യർ ചെയ്യുന്ന എല്ലാ അമലുകളും അത് മനുഷ്യന് വേണ്ടി തന്നെയാണ്. നിസ്കരിച്ചാൽ ആർക്കാ ഗുണം? പടച്ചോന്റെ ഗുണം കൂട്ടണം. നമ്മൾ നിസ്കരിച്ചോണ്ട് പടച്ചോൻ എന്താ കിട്ടാല്? അതിന്റെ ഗുണം നിസ്കരിച്ചോൻ തന്നെ കിട്ടുക. നമ്മൾ സക്കാത്ത് കൊടുത്താൽ അതിന്റെ ഗുണായിരിക്കാമല്ലോ, അത് ഓനെന്നെ കിട്ടുക. എല്ലാ അമലുകളും നമ്മൾ ചെയ്യണത് അത് ഓനും വേണ്ടി തന്നെയാണ്. ഇല്ല സൗം, അല്ലാഹ് പറയണ ഇല്ല സിയാം, നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅന അജ്സീ ബി. ആ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ആർക്കാ? അള്ളാഹ് തന്നെയല്ലേ ആണ്. ബാക്കിയുള്ളതിനൊക്കെ കൂലി അറിയാ? അള്ളാഹ് തന്നല്ലേ. പിന്നെ എന്താ നോമ്പ് മാത്രം? നമുക്ക് 2-3 കുട്ടികളുണ്ടെങ്കിലേ പെരേക്ക് എതിരെ വിരുന്നാരി വരുമ്പോ നമ്മൾ നാണിച്ചു നിൽക്കുന്ന നമ്മുടെ ചെറിയ കുട്ടിനെ വിളിച്ചിട്ട് ചേർത്ത് പിടിച്ചു പറയില്ലേ, നിന്റെ കുട്ടിയാണ്,
ബാക്കിയുള്ളവർക്ക് പിന്നെ ആരാ? അയൽക്കാരല്ല, അല്ല, നമ്മൾ തന്നെയാണ്. പക്ഷേ ആ വല്ലാത്ത അടുപ്പവും വല്ലാത്ത സ്നേഹവും കാണിക്കാനുള്ള പ്രയോഗമാണ്. അള്ളാഹു എല്ലാ അമലുകളും പടച്ചോടുള്ളതാ. പക്ഷേ റമളാനിലെ നോമ്പിനെ അള്ളാഹു പ്രത്യേകം കണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് അസ്സൗമുലി, അത് എനിക്കുള്ളതാ, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. അതുകൊണ്ട് തന്നെ വസിയാമു ജുന്നത്തുൻ, വസിയാമു ജുന്നത്തുൻ. പണ്ട കാലത്ത് റമളാൻ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എവിടെ അറിയങ്ങള്? നോമ്പ് ഒരു പരിചയമാണ്. എന്താ പരിചയം പറഞ്ഞാല്? നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന അതിക്രമങ്ങളെ തടയാൻ ഉപയോഗിക്കുന്ന സംഗതിയല്ല പരിച. നോമ്പൊരു പരിചയാണ്. തിന്മകൾ നിറഞ്ഞ ഒരു ലോകത്താ. നോക്കുന്നിടത്തും കാണുന്നിടത്തും പോകുന്നിടത്തും പറയുന്നിടത്തും വാങ്ങുന്നിടത്തും കൊടുക്കുന്നിടത്തും എല്ലായിടത്തും തിന്മകളുടെ അസ്ത്രങ്ങൾ നിറഞ്ഞ ഈ ലോകത്തെ ആ തിന്മകളോട് പൊരുതി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പരിചയമാണ്. നമുക്ക് പരിചയമില്ല നോമ്പ് നോക്കാൻ. നോമ്പ് നോറ്റാൽ നമ്മൾ എത്ര നന്നാവൂലേ? നോമ്പ് നോറ്റാൽ ഇപ്പൊ നമ്മൾ കുട്ടികള് ഒരു മനുഷ്യന് ഈ ദുനിയാവിന്റെ മോലെ ഒരു നഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് സുബഹി നിസ്കാരം. 5:30 ബാങ്ക് കൊടുക്കുക. എല്ലാ മനുഷ്യനും നാട്ടിലെ കോഴികളൊക്കെ ഉണർന്നോക്കും. എല്ലാ ആളുകളും എല്ലാം ഉണരുന്ന നേരെ പെടുത്തിട്ട് ബാങ്ക് കൊടുക്കുക. ഇപ്പൊ 5:30 ബാങ്ക് കൊടുത്തിട്ട് 5:50 പള്ളിക്ക് നിസ്കരിക്കാൻ വരാതെക്കാൻ എന്ത് കാരണം നമ്മൾ എത്തുണ്ടാവും? നിങ്ങൾ ആലോചിച്ചു വേണ്ടി. എന്ത് ഉറക്കൊഴിക്കണ്ടേ? എനിക്ക് ഉറക്കൊഴിക്കാൻ കഴിയില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. 4:00 ബാങ്ക്, 5:30 5:50 നിസ്കാരം എന്ന് പറഞ്ഞാൽ നേരം പെടുത്തിട്ട ടോർച്ച് കൂടി ഇല്ലാതെ നിസ്കരിക്കാൻ വരാം. ഇപ്പൊ ഒരാൾ നിസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം തോറ്റോനാണ്. വേറെ ഒരു കാരണമല്ല കേട്ടോ സുബൈ. ഇനി നോക്കേണ്ടി, റമളാൻ വരുമ്പോ നമ്മുടെ പള്ളി 3, 4, 5, 6, 7, 8 സഫ് എത്ര ആൾക്കാരേക്കാരല്ലേ? ഇവരൊക്കെ റമളാനിൽ മാത്രം നിസ്കരിക്കുക അല്ല, അവരല്ലാത്തപ്പോൾ നിസ്കരിക്കേണ്ടതാ. പക്ഷെ റമളാൻ അല്ലാത്ത കാലത്ത് സുബൈക്ക് എണീക്കാൻ കഴിയാതെ നമ്മളെ പെരടി പിടിച്ച് അവിടെ തന്നെ അമർത്തി കിടത്തുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ആ ഇബ്ലീസിനെ തെറിപ്പിച്ചിട്ട് അത്താൻ കഴിച്ചിരിക്കുമ്പോഴേ എന്നാലേ ഞാൻ നിസ്കരിച്ചു വരട്ടോ എന്ന് പെരിയെന്ന് കിട്ടി ഇറങ്ങാനുള്ള ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം കിട്ടിയത് നോമ്പുകൊണ്ടാണ്. അതാണ് അസ്സൗമു ജുന്നത്തുൻ. നോമ്പ് ഒരു പരിചയമാണ്. നമ്മളെ തകർക്കാൻ വേണ്ടി വരുന്ന സകല പിശാചുക്കളുടെ ഏത് ഉപദ്രവങ്ങളെയും കൃത്യമായിട്ട് തടയാൻ. അല്ലെ? ഒരു വേണ്ടാത്ത സംഗതി TV ചെല്ലുമ്പോ TV തുറന്ന് ചെക്കുക, എന്തോ ഒരു പാട്ട്, ഒരൊറ്റ ചായ തുറന്ന് കുടിക്കണം. കുട്ടികളെ നഷ്ടപ്പെട്ടു. ഇന്നലെ വരെ വാപ്പ ഇങ്ങനെ വരുന്നു, ഇന്നിപ്പോ എന്താ വാപ്പക്ക് പറ്റി? ഒന്നുമില്ല. നോമ്പ് അസ്സൗമു ജുന്നത്തുൻ. നോമ്പ് ഒരു പരിചയമാണ്. അല്ലെ? പിന്നെ അതായത് ആരുടെയെങ്കിലും നോമ്പ് എങ്ങനെ? ആ നോമ്പ് അശ്ലീലം പറയാത്ത, അതായത് തോന്നിയാസം പറയാത്ത, ബഹളം വെക്കാത്ത, ബഹളം വെക്കാത്ത, തോന്നിയാസങ്ങൾ പറയാത്ത ഒരു നോമ്പ്. അങ്ങനെ ഒരാൾ നോമ്പ് നോറ്റു. ആരെങ്കിലും ഓനെ ചീത്തറിഞ്ഞ്, ഫോണിലോ അല്ലാതെ ചീത്തറിഞ്ഞ്, ഔ കാത്തലവു അല്ലെങ്കിൽ ഓനോട് ശണ്ട കൂടാൻ വേണ്ടി തല്ലുവിടാൻ വേണ്ടി വന്ന് ഫല്യഖുൽ, അപ്പോൾ അവൻ പറയണം ഇന്നി സായിമുൻ. ഓക്കെയാ? ഞാനല്ല ഇന്നി സായിമുൻ, എനിക്ക് നോമ്പാണ്, ഞാൻ എന്നോട് വർത്താനം പറയാൻ ഞാനല്ല, എനിക്ക് മറുപടി തരാൻ ഞാനല്ല, ഇപ്പൊ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ ഞാനല്ല. കാരണം ഇന്നി സായിമുൻ, ഞാൻ നോമ്പ് നോച്ചിട്ടുണ്ട്. അല്ലേ? വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ്, നബി പറയാണ്, റസൂലുള്ളാഹി പറയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. ആരുടെ കയ്യിലാണ് നമ്മുടെ ആത്മാവ്? അള്ളാഹിനടുത്തല്ലേ. അതുകൊണ്ട് അള്ളാഹ് സത്യം. എന്താ പറഞ്ഞാലോ, ലഖലൂഫു ഫമിസ്സാഇം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഖലൂഫ് എന്ന് പറഞ്ഞാലേ ദുർഗന്ധം. ഈ നോമ്പ് നോറ്റാല് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നാലേ ഉച്ചക്കണ കഴിഞ്ഞാണ്ട് ആരെങ്കിലൊക്കെ സ്വകാര്യം പറഞ്ഞാൽ ബോധം കെട്ടുപോകും. ആജാതി ദുർഗന്ധം വായിന്ന് വരിക. കാരണം അങ്ങനെ ഈ ഉമിനീര് മാത്രമായിട്ട് അതിങ്ങനെ വരണ്ട് കിടന്നിട്ട് വല്ലാത്ത ദുർഗന്ധ നോമ്പുകാരന്റെ ഉച്ചക്ക് ശേഷമുള്ള അവന്റെ വായയുടെ അവസ്ഥ. ആ നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധം ഉണ്ടല്ലോ, ആ ദുർഗന്ധത്തിനെ അല്ലാഹു തആല നാളെ പരലോകത്ത് മിസ്ക് എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം മിസ്കാണ്. ഏറ്റവും വില കൂടിയ സുഗന്ധവും മിസ്കാണ്. മിസ്കിനേക്കാൾ വില കൂടിയ ഒരു സുഗന്ധം ലോകത്തിൽ ലഭ്യമല്ല. ആ മിസ്കിന്റെ സുഗന്ധത്തെക്കാൾ
നോമ്പുകാരന്റെ വായയുടെ ആ ദുർഗന്ധമുണ്ടല്ലോ, അത് അല്ലാഹു നാളെ പരലോകത്ത് മിസ്കിന്റെ സുഗന്ധത്തെക്കാൾ മേലെയാക്കുന്ന. കുട്ടികള് നോമ്പിന്റെ ഒരു പ്രയാസം, നോമ്പിന്റെ ഒരു ബുദ്ധിമുട്ട്, അത് നാളെ എന്തായി തീരുമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം പോലെ അവന്റെ വായയുടെ ദുർഗന്ധമുണ്ടല്ലോ, അത് മിസ്കിനേക്കാൾ സുഗന്ധമാക്കി മാറ്റും. പടച്ചറപ്പ് നോമ്പുകാരനെ രണ്ട് സന്തോഷമുണ്ട്. ഇതുണ്ടാവണം, ഒന്ന് ഇവിടെ ഉണ്ടാവും, ഒന്ന് വരും. നോമ്പുകാരന് രണ്ട് സന്തോഷം. അവൻ സന്തോഷിക്കുന്ന രണ്ട് അവസരമുണ്ട്. ഒന്നെന്താ അറിയോ? ഇതാ നോമ്പ് തുറക്കുന്നു. നോമ്പ് തുറക്കുമ്പോൾ സന്തോഷല്ലേ? മുഴുവനായല്ലോ, കുഴപ്പമൊന്നുമില്ലാതെ, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, പ്രയാസമൊന്നുമില്ലാതെ. നോമ്പ് മുഴുവനാക്കിയ സന്തോഷം മാത്രമല്ല, ആ വിശക്കുന്ന വയറിലേക്ക്, ദാഹിക്കുന്ന തൊണ്ടയിലേക്ക് വെള്ളവും ഭക്ഷണവും കിട്ടുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാ. അത് കുട്ടിയേക്കും അതൊരു ആക്രാന്തമല്ല, അത് കുട്ടിയേക്കും വലിയവർക്കും അങ്ങനെ തന്നെയാണ്. നോമ്പ് തുറക്കുന്ന ഒരു സന്തോഷമുണ്ട് രണ്ട് നിലക്ക്. ഒന്ന് നോമ്പ് പൂർത്തിയായ സന്തോഷം, രണ്ട് നമ്മുടെ വിശപ്പകറ്റുന്ന, നമ്മുടെ ദാഹം അകറ്റുന്ന ആ സന്തോഷം. അതാണ് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ ഏതാ? ഈ നോമ്പ് നോറ്റതിന്റെ പേരില് നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് അവന് കിട്ടാൻ പോകുന്ന ആ വലിയ നേട്ടങ്ങളും സമ്മാനം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ഇപ്പോഴത്തെ സന്തോഷം പോലല്ല, അതൊരു സന്തോഷ. നമ്മളിങ്ങനെ നോമ്പ് നോറ്റവനായിട്ട് മരിച്ചുപോയിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് സ്വായിമ് നോമ്പ് നോറ്റവനാണ് എന്ന പ്രത്യേകതയോടെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോഴാണ് ദുന്യാവിന് നോറ്റ നോമ്പിന്റെ വില നമുക്ക് മനസ്സിലാവുക. അതൊരു വലിയ സന്തോഷ, ഭയങ്കര സന്തോഷ. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റമദാൻ മാസത്തിന് വേണ്ടി മൊത്തത്തിൽ ഒരു ഒരുക്കം, ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാനസികമായ ഒരുക്കം നിർബന്ധ. ഒരു പ്ലാൻ വേണം. ഈ റമദാനിനെ ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അല്ലേ? ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം, നിസ്കാരവുമായുള്ള നമ്മുടെ ബന്ധം, ജമാഅത്ത് നിസ്കാരത്തിന്റെ അനിവാര്യത, രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത, തൗബയുടെ, ഇസ്തിഗ്ഫാറിന്റെ, പ്രാർത്ഥനയുടെ പ്രത്യേകത, സ്വതക്കയുടെ, സക്കാത്തിന്റെ, മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറേണ്ടതിന്റെ, ക്ഷമിക്കേണ്ടതിന്റെ, മഹാമനസ്കതയുടെ, ബന്ധങ്ങൾ നന്നാക്കേണ്ടതിന്റെ ഒക്കെ അനിവാര്യത. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് വീട്ടുകാരുമായിട്ട് കൂടിയിരുന്നിട്ട് ഒരാലോചന. ഈ മാസത്തിൽ എങ്ങനെയൊക്കെ കുട്ടികളുണ്ട്, അവരെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കണം. മുതിർന്നവരുണ്ട്, അവർ നോമ്പ് നോൽക്കണം. ഖുർആൻ ഓതണം, ഒരുമിച്ചിരിക്കണം, മതം പറയണം, പഠിക്കണം. എല്ലാ ദിവസവും ജുമുഅക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ട്. കുടുംബത്തെയും കൂട്ടി വരണം, കുട്ടികളെയും കൂട്ടി വരണം. പരീക്ഷാകാലമാണ്, വലിയ ചൂടുപിടിച്ച കാലാവസ്ഥയാണ്, ചൂടുപിടിച്ച പരീക്ഷയാണ്. ഏതെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നോമ്പ് അവരുടെ പരീക്ഷയ്ക്ക് തടസ്സമാകുന്നുണ്ട് എന്ന് തോന്നിയാൽ നിർബന്ധിപ്പിക്കരുത്. അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കാൻ അവസരം കൊടുക്കണം. നോമ്പ് പരീക്ഷയ്ക്ക് ശേഷം ആ നോമ്പുകൾ നോറ്റുകൂട്ടുവാൻ നമ്മൾ അവരെ കൽപ്പിക്കണം, അവരെ പ്രേരിപ്പിക്കണം. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലേ? അപ്പോ ഒരുക്കങ്ങൾ തകർത്തിയാവും. നമ്മൾ ഒറ്റക്കല്ല, കുടുംബത്തെ കൂടി ആലോചിച്ച്. പെണ്ണുങ്ങളോട് ചോദിച്ചാല് ആകെ മല്ലിയും മുളകും പൊടിയും അത് വിടുക, അതെല്ലായിടത്തും ഉണ്ട്. ആരും പട്ടിണി കിടക്കൂല. പക്ഷെ ഒരുങ്ങേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ള് ശുദ്ധിയാക്കാനും ക്രമീകരിക്കാനും, നമ്മുടെ വീടിന്റെ അകമുണ്ടല്ലോ അത് സ്വർഗത്തിലേക്കുള്ള വാതിലായി മാറാനും നമ്മൾ ശ്രമിക്കണം. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അവസരങ്ങള്, മത്സരങ്ങള്, പരീക്ഷകള് നമ്മുടെ MSMന്റെ വിദ്യാർത്ഥി വിഭാഗം, നമ്മുടെ സ്ത്രീകളൊക്കെ നടത്തുന്നുണ്ടോ. അതൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇസ്ലാമികമായ ഒരു ചിന്ത, ഇസ്ലാമികമായ ബോധം, ഇസ്ലാമികമായ ഒരു ഭവനം, ഇസ്ലാമികമായ ഒരു കുടുംബ ജീവിതം, ഒരു സാമൂഹ്യ ജീവിതം. പ്രത്യേകിച്ച് ഇത് വല്ലാത്ത പരീക്ഷണത്തിന്റെ കാല, ഇടങ്ങേറിന്റെ കാല. വരും കാലങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് പ്രാർത്ഥനകൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും റബ്ബിനോട് കൂടുതൽ അടുക്കുവാൻ ഈ മാസത്തിനെ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും മുസ്ലിം ലോകത്തിന് വേണ്ടിയും ഈ റമദാൻ മാസത്തെ പ്രാർത്ഥനകൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് നമ്മൾ സമ്പന്നമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു താല നിശ്ചയിച്ച മുഴുവൻ
സൽക്കർമ്മങ്ങളും അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കരുത്തും കഴിവും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാൻ മാസത്തിനെ അവഗണിച്ചു കളയാൻ പ്രേരിപ്പിക്കുന്ന പൈശാചിക ചിന്തകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ റമദാനിന്റെ മുഴുവൻ ബർക്കത്തും അതിന്റെ മുഴുവൻ അനുഗ്രഹവും കൊണ്ട് നമ്മുടെ വീടുകളെയും നമ്മുടെ കുടുംബങ്ങളെയും നിറക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി തഖ്വയോടുകൂടി അറിവോടുകൂടി എല്ലാ നിലത്തിലും പൂർണ്ണമായ രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.